ശുദ്ധം സുന്ദരം നിങ്ങൾ. വീടുകളിലെ മാലിന്യങ്ങൾ പാചകവാതകമാക്കി മാറ്റുന്ന ചെറിയ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് ആവശ്യക്കാർ ഏറുന്നു. വീടുകൾക്ക് ആവശ്യമായ ചെറിയതരം ബയോഗ്യാസ് പ്ലാന്റുകൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഫോണിലൂടെയും നേരിട്ടും അന്വേഷണം നടത്തുന്നവരുടെയും പ്ലാന്റുകൾ വാങ്ങുന്നവരുടെയും എണ്ണം ദിവസേന വർദ്ധിക്കുന്നു. ഒരു ക്യൂബിക് മീറ്റർ വ്യാപ്തിയുള്ള ഇത്തരം പ്ലാന്റുകളുടെ പ്രവർത്തനം വളരെ ലളിതമാണ്. ആദ്യം പ്ലാന്റിന്റെ മുക്കാൽ ഭാഗത്തോളം പച്ചച്ചാണകം നിറച്ച ബാക്ടീരിയയെ നിക്ഷേപിക്കണം. ഇതോടെ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. പിന്നീട് പച്ചക്കറി വേസ്റ്റ്, മീൻ, ഇറച്ചി വേസ്റ്റ് എന്നിവ പ്ലാന്റിലിടാം. ഒരു ദിവസം 2 കിലോ മാലിന്യം നിക്ഷേപിച്ചാൽ 2 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ലഭിക്കും. 5 അംഗങ്ങൾ വരെയുള്ള കുടുംബങ്ങൾക്കാണ് 1 ക്യൂബിക് മീറ്റർ വ്യാപ്തമുള്ള പ്ലാന്റുകൾ അനുയോജ്യം. സർക്കാർ നോഡൽ ഏജൻസിയായ ബയോടെക് ആണ് സംസ്ഥാനത്തെ പ്ലാന്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. 10-25 കൊട്ടയോളം ചാണകം നമ്മൾ നിറയ്ക്കണം. ഈ ചാണകം നമ്മൾ വൺ ടൈം നിറച്ചാൽ മതി. പിന്നെ നമ്മൾ കിച്ചൺ വേസ്റ്റാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിനകത്തുനിന്ന് ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കിച്ചണിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ ഡെയിലി ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നനയ്ക്കുന്നുണ്ട്. കക്കൂസ് മാലിന്യങ്ങളും പാചകവാതകമാക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റുകൾ ബയോടെക് ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട്. മാലിന്യങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലാന്റുകളും കേരളത്തിലെ ചില പൊതു മാർക്കറ്റുകളിൽ ബയോടെക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം പ്ലാന്റുകളിൽ നിന്നും 5 കിലോ വാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും റോഡരികിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൊണ്ട് സ്വന്തം വീട്ടിലേക്കുള്ള പാചകവാതകവും ഇലക്ട്രിസിറ്റിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റുകളാണ് ഇവിടെയുള്ളത്. ഇത്തരം പ്ലാന്റുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ കൂടുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജയേന്ദ്രനൊപ്പം സന്തോഷ് ബാലകൃഷ്ണൻ, സൂര്യ ന്യൂസ്.